നമസ്കാരം. ഏവരും ലിലു പ്രൈംസ് കോർണറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏവരോടുമുള്ള അകമഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് വേൾഡ് എലിഫൻ്റ് ഡേ ആണ്. ഓഗസ്റ്റ് 12 എല്ലാ വർഷവും വേൾഡ് എലിഫൻ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആനകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ആനയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ചെറിയൊരു ഗാനവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കരയിലെ വമ്പൻ കാട്ടിലെ കൊമ്പൻ വരുന്നൊരു കാഴ്ച കണ്ടോളൂ. കരയിലെ വമ്പൻ കാട്ടിലെ കൊമ്പൻ വരുന്നൊരു കാഴ്ച കണ്ടോളൂ. കറുകറുത്ത നിറവുമായി വലിയൊരു പാറ ഉരുളുന്നത് പോൽ. കറുകറുത്ത നിറവുമായി വലിയൊരു പാറ ഉരുളുന്നത് പോൽ. തുമ്പിക്കൈയിൽ ലോലയുമായി മുറം പോലുള്ള ചെവികളുമാട്ടി കരയിലെ വമ്പൻ വരുന്നുണ്ടേ. തുമ്പിക്കൈയിൽ ലോലയുമായി മുറം പോലുള്ള ചെവികളുമാട്ടി കരയിലെ വമ്പൻ വരുന്നുണ്ടേ. കരയിലെ വമ്പൻ വരുന്നുണ്ടേ. ദേഷ്യം വന്നാലയ്യോ പിന്നെ കണ്ണുകൾ ചുഴറ്റി വാലും ചുരുട്ടി തൂണുപോലുള്ള കാലുകളാൽ ചിഹ്നവും വിളിച്ച് പായും കൊമ്പൻ. ദേഷ്യം വന്നാലയ്യോ പിന്നെ കണ്ണുകൾ ചുഴറ്റി വാലും ചുരുട്ടി തൂണുപോലുള്ള കാലുകളാൽ ചിഹ്നവും വിളിച്ച് പായും കൊമ്പൻ. നമ്മുടെ പൈതൃക മൃഗമാണാന, കേരള സംസ്ഥാന മൃഗമാണാന. നമ്മുടെ പൈതൃക മൃഗമാണാന, കേരള സംസ്ഥാന മൃഗമാണാന. മതപരമായ ചടങ്ങുകളിൽ നിറസാന്നിധ്യമാണിയാന. മതപരമായ ചടങ്ങുകളിൽ നിറസാന്നിധ്യമാണിയാന. പ്രോബോസിഡ കുടുംബത്തിലെ സസ്തനികളാണിയാനകൾ. പ്രോബോസിഡ കുടുംബത്തിലെ സസ്തനികളാണിയാനകൾ. നിരവധി ഉപയോഗങ്ങൾക്കായി ആനയെ മെരുക്കിയെടുക്കുന്നുണ്ട്. നിരവധി ഉപയോഗങ്ങൾക്കായി ആനയെ മെരുക്കിയെടുക്കുന്നുണ്ട്. വേട്ടയാടലിനായിട്ടും വിനോദത്തിനും ഗതാഗതത്തിനും. വേട്ടയാടലിനായിട്ടും വിനോദത്തിനും ഗതാഗതത്തിനും. അതുകൂടാതെ സർക്കസിനും നമ്മുടെ പൈതൃക മൃഗമുണ്ടല്ലോ. അതുകൂടാതെ സർക്കസിലും നമ്മുടെ പൈതൃക മൃഗമുണ്ടല്ലോ. മുളകൾ, ചില്ലകൾ, വേരുകൾ, പഴങ്ങൾ, വിത്തുകൾ, പൂക്കളിലകൾ, സസ്യഫുക്കുകളാണിയാനകൾ. മുളകൾ, ചില്ലകൾ, വേരുകൾ, പഴങ്ങൾ, വിത്തുകൾ, പൂക്കളിലകൾ, സസ്യഫുക്കുകളാണിയാനകൾ. നമ്മുടെ സംസ്ഥാന മൃഗമാം ആനകളെ നാം സംരക്ഷിച്ചിടേണം. നമ്മുടെ സംസ്ഥാന മൃഗമാം ആനകളെ നാം സംരക്ഷിച്ചിടേണം. സംരക്ഷിച്ചിടുക തന്നെ വേണം. കരയിലെ വമ്പൻ കാട്ടിലെ കൊമ്പൻ വരുന്നൊരു കാഴ്ച കണ്ടോളൂ. കരയിലെ വമ്പൻ കാട്ടിലെ കൊമ്പൻ വരുന്നൊരു കാഴ്ച കണ്ടോളൂ. ഓക്കെ. അപ്പം ആനയുടെ നമ്മുടെ കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന. അപ്പോൾ കാട്ടിലെ കൊമ്പനുമാണ്. അപ്പോൾ ആ ആന വരുന്ന ആ ഒരു കാഴ്ചയാണ് നോക്കാൻ പറയുന്നത് കേട്ടോ. കറുകറുത്ത നിറം, അതിൻ്റെ നിറം എന്ന് പറയുന്നത് കറുപ്പാണ്. അത് നമുക്കത് വരുമ്പോൾ എന്താണ്, വലിയൊരു പാറ ഉരുണ്ട് വരുന്നത് പോലെ നമുക്ക് തോന്നും. തുമ്പിക്കൈയിൽ എങ്ങനെയാണ് വരുന്നത്? മിക്കവാറും തുമ്പിക്കൈയിൽ എന്തെങ്കിലും കാണും അല്ലേ? ഇതാണ് തുമ്പിക്കൈയിൽ ഓലയുമായിട്ട്. അതിൻ്റെ ചെവികൾ എങ്ങനെയാണ്? ചെവിയുടെ പ്രത്യേകത എങ്ങനെയാണ്? വലിയ മുറം പോലെയാണ് അല്ലേ? അത് വീശി വീശി വരും. പിന്നെ ദേഷ്യം വന്നാൽ എങ്ങനെയാണ്? അത് കണ്ണുകൾ ചുഴറ്റും, കണ്ണുകൾ ഇങ്ങനെ കറക്കും. എന്നിട്ട് വാലെന്ത് ചെയ്യും? അതിൻ്റെ ബോഡി അപേക്ഷിച്ച് വാല് ചെറുതാണ് കേട്ടോ. അപ്പോൾ വാലിങ്ങനെ നീട്ടി പിടിച്ചിട്ട് ചുരുട്ടും, നീട്ടി ചുരുട്ടി. പിന്നെ എങ്ങനെയാണ്? അതിൻ്റെ കാലുകളുടെ പ്രത്യേകത എങ്ങനെയാണ്? വലിയ തൂണ് പോലെയാണ് അല്ലേ? അപ്പോൾ തൂണ് പോലുള്ള കാലുകളാൽ അതെന്ത് ചെയ്യും? ചിഹ്നം വിളിച്ച് പായും. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മൃഗമാണ് ആന. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ മൃഗം കൂടിയാണ് ആന. ഇപ്പോൾ ഹിന്ദുസിൻ്റെയൊക്കെ പുരാണങ്ങൾ, ഹിന്ദുസിൻ്റെ മതപരമായിട്ട് ചടങ്ങുകളിൽ എന്താണ്, നമുക്ക് ആനയെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്കും അവർക്ക് അതിനോട്, ആ ഹിന്ദു ആചാരത്തോട് അത് ഇഴുകിച്ചേർന്നിട്ടുള്ള മൃഗമാണ് ആന. അതുകൊണ്ടാണ് മതപരമായ ചടങ്ങുകളിൽ നിറസാന്നിധ്യമെന്ന് പറഞ്ഞത്. അതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പ്രബോസിൻ്റെ കുടുംബത്തിലെ സസ്തനികളാണ് ഈ ആനകൾ.
അതുമാത്രമല്ല നിരവധി ഉപയോഗങ്ങൾക്കായിട്ട് ആനയെ മെരുക്കി വളർത്തുന്നുണ്ട്. വേട്ട നടത്തുന്നതിന് വേണ്ടിയിട്ടും വിനോദത്തിനും ആനകൾ തന്നെ വേട്ടയാടപ്പെടുന്നുണ്ട്, അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടൊക്കെ അല്ലേ. അതുപോലെ ഗതാഗതത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും സർക്കസിനും ഒക്കെ നമ്മുടെ ആനകളെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സസ്യഫുക്കാണ്, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസാണ് ആനകൾ. അപ്പോൾ അത് മുളകൾ, ചില്ലുകൾ, വേരുകൾ എന്താണ് പ്ലാന്റിൻ്റെ പാർട്സൊക്കെ അത് കഴിക്കും. പിന്നെ അതുപോലെ നമ്മുടെ സംസ്ഥാന മൃഗമായ ആനകളെ നാം എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതിന് ദോഷകരമായിട്ടുള്ളതൊന്നും ചെയ്യാതെ അതിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഈ പാട്ടിൽ കൂടെ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.